മെക്കാർക്കിന്റെ പുതിയൊരു മെഷീൻ പരിചയപ്പെടുത്താവുന്നതാണ്. ഇതാണ് നമ്മുടെ റോളർ ഡൈ കട്ടിംഗ് മെഷീൻ. ഇതിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ബോക്സും കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് സ്വീറ്റ്സിന്റെ ബോക്സ്, അതേപോലെ കേക്ക് ബോക്സ്, നമ്മുടെ മെഡിസിന്റെ ബോക്സ്, പിന്നെ നമ്മുടെ ഈ ഷവർമന്റെ പൗച്ച്, പോപ്കോൺ പൗച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഏത് സൈസിലും കാര്യങ്ങളിലും ചെയ്യാം. നമ്മളിത് 42 ഇഞ്ചിന്റെ മെഷീനാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് സൈസും കാര്യത്തിൽ ഡൈ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മെക്കാർക്കിന്റെ ഈ പുതിയ മെഷീൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സ്വീറ്റ് ബോക്സ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കേക്കിന്റെ ബോക്സോ അല്ലെങ്കിൽ പോപ്കോണിന്റെ ബോക്സോ കാര്യങ്ങളൊക്കെ ഡൈ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ വലുതും ചെറുതും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ട്രയൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറിയൊരു സ്വീറ്റ്സിന്റെ ഡൈ വെച്ചിട്ടാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ 2 ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പേപ്പറിന്റെ തിക്നെസ്സും കാര്യങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾക്ക് 2 3 പേപ്പർ വെച്ച് ചെയ്യാം. നമ്മളിപ്പോൾ 2 വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ 2 പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അടുത്തത് നമ്മൾ വലിയ ഡൈയിലാണ് ചെയ്യുന്നത്. നമ്മളിതാ നമ്മുടെ റോളർ ഡൈ കട്ടിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് വലുതും ചെറിയൊക്കെ ആയിട്ടുള്ള സ്വീറ്റ്സിന്റെ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കേക്കിന്റെ ബോക്സ്, അതുപോലെ തന്നെ ദിവാലി സ്വീറ്റ്സ് ബോക്സ്, പിന്നെ നമ്മുടെ ഈ പോപ്കോണിന്റെ പൗച്ച്, ഷവർമ പൗച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഡൈ മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഈ ബോക്സസ് ഒക്കെ നമ്മളിപ്പോൾ ഈ മെഷീനിൽ ചെയ്തതാണ്. നമ്മൾ ഓരോ ടൈപ്പ് പേപ്പറിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ പല സൈസിലും അതേപോലെ തന്നെ വേറെ ടൈപ്പ് പേപ്പേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്.